പ്രിയമുള്ള ഉദാഹരണങ്ങളെ വേദിയിൽ ഉപവിഷ്ടരായ ഈ യോഗത്തിൽ അധ്യക്ഷൻ ശ്രീ സർദാർ ഭായ്, പ്രിയങ്കനായ MLA കാരാട്ട് സഹോദരൻ, താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ JT അബ്ദുറഹ്മാൻ മാസ്റ്റർ, താമരശ്ശേരി സബ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് ജി, നമ്മുടെ എത്തിച്ചേരാനായിട്ട് ക്ലാസ് എടുക്കുന്ന കാലിക്കറ്റ് ബാർ കൗൺസിൽ സംഘം ശ്രീ നിതീഷ് PP, താമരശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി റജി തോമസ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, ഏവർക്കും എൻ്റെയും നമ്മുടെ അസോസിയേഷൻ്റെയും സ്നേഹം നിറഞ്ഞ 1000 പുതുവത്സരാശംസ. ഓൺലൈൻ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവരുടെ രജിസ്റ്റേർഡ് കൂട്ടായ്മയാണ് ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ. സമാന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമവും പരസ്പര സഹകരണം ഏകോപിക്കുന്നതിനാണ് 2019 കാലയളവിൽ സമാഗമം കുറിച്ച നമ്മുടെ അസോസിയേഷന്റെ ഔപചാരികമായ അംഗത്വ വിതരണവും അംഗങ്ങൾക്കുള്ള ക്ലാസും സെമിനാറും അസോസിയേഷന്റെ വിഷൻ പ്രസന്റേഷനിൽ അവതരിപ്പിക്കുന്ന ഒരു സന്തോഷ ദിനത്തിലാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഓൺലൈൻ മാധ്യമ വാർത്താ വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഏകോപന ലക്ഷ്യമാക്കി എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം ഓൺലൈൻ മീഡിയ എന്ന പേരിൽ ആരംഭിച്ച്, അതുപോലെ പിന്നീട് അത് രജിസ്റ്റേർഡ് കൂട്ടായ്മ ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ അഥവാ ഉമാക് എന്ന പേരിൽ ഗവൺമെന്റ് രജിസ്റ്ററോട് 115 അംഗങ്ങൾ അംഗബലത്തിലെത്തിയ സുദീർഘമായ കാഴ്ചപ്പാടുകളോടെ അംഗങ്ങൾക്ക് ആവശ്യമായ ക്ഷേമപ്രവർത്തനമായി മുന്നോട്ട് പോകാൻ നിങ്ങളെവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ കാരാട്ട് സാക്രമിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മഹനീയ സാന്നിധ്യമായി എത്തിച്ചേർന്ന താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ JT അബ്ദുറഹ്മാൻ മാസ്റ്ററിനെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന താമരശ്ശേരി സബ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് MD ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അംഗങ്ങൾക്കായി സെമിനാറും ക്ലാസും നയിക്കുന്ന കാലിക്കറ്റ് ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് നിതീഷ് TP കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന താമരശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി റജി തോമസ് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ രക്ഷാധികാരിയായ സിദ്ദീഖ് ബന്നു, മജീദ് താമരശ്ശേരി, അഭിഷ് തോമശ്ശേരി എന്നിവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ജനറൽ ബോഡി വൻ ഗംഭീരമാക്കുന്നതിനായി എത്തിച്ചേർന്ന ഒമാക്കിലെ മുഴുവൻ എക്സിക്യൂട്ടീവ് ഭാരവാഹികളെയും പ്രവർത്തക സമിതി അംഗങ്ങളെയും അതുപോലെ തന്നെ മറ്റെല്ലാ അംഗങ്ങളെയും ഈ പ്രൗഢമായ ചടങ്ങിലേക്ക് ജനറൽ ബോഡിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. അധ്യക്ഷ സ്ഥാനത്തേക്ക് സർദാർ ഭായിനെ ക്ഷണിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ സംസാരിക്കും. നമ്മുടെ ഈ മീറ്റപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനായ കൊടുവള്ളി നിയോജകമണ്ഡലം MLA ശ്രീ കാരാട്ട് പ്രസാദ് MLA, നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ
ബഹുമാനപ്പെട്ട താമരശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് സാർ, അതുപോലെ തന്നെ താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെ.ടി. അബ്ദുൽ മാസ്റ്റർ, താമരശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി റജി ജോസഫ്, സ്വാഗതം ആശംസിച്ച ഫാസിൽ തിരുവമ്പാടി ഒമാക് സെക്രട്ടറി, ഈ വേദിയിലുള്ള മുഖ്യ രക്ഷാധികാരികളായ സിദ്ദീഖ് പന്നൂർ, മജീദ് താമരശ്ശേരി, റൌഫ്, അബീഷ്, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഒമാക്കിന്റെ പ്രശ്നപ്രതിയായ ജോൺസൺ ചീനാപ്പുഴ, ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഒമാക് എന്ന പേരിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും കോഴിക്കോട് ജില്ലയിലെ ഇതര പ്രദേശത്ത് വെച്ച് 1-2 മീറ്റിങ്ങുകൾ നടത്തുകയും ആ മീറ്റിംഗിൽ പങ്കെടുത്ത കുറഞ്ഞ ആളുകൾ അവരുടെ ഉദ്ദേശപ്രകാരം അത് വ്യാപിപ്പിച്ച് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് മുതൽ കാപ്പൂർ വരെയും കൂടരഞ്ഞി വരെയും പ്രദേശമാക്കി ഞങ്ങൾ ഈ ഓൺലൈൻ മീഡിയയെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 120ഓളം മെമ്പർമാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സത്യസന്ധമായ വാർത്തകൾ മാത്രം കൊടുക്കുന്നവരെ ഈ ഓൺലൈൻ മീഡിയയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലത്ത് ഫേക്ക് ന്യൂസുകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അങ്ങനത്തെ ആളുകളൊക്കെ ഉൾപ്പെടുത്താതെ വളരെ നല്ല രീതിയിൽ എല്ലാ വിഭാഗത്തിനോടും, എല്ലാ സമുദായക്കാരോടും, എല്ലാ പാർട്ടിക്കാരോടും, എല്ലാ സംഘടനക്കാരോടും കൃത്യമായ രീതിയിൽ വാർത്തകൾ കൊടുത്ത്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇപ്പോ ചില വിഷമങ്ങളുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എതിർപ്പുകൾ കൂടുന്നുണ്ട്. ഈ ഓൺലൈൻ മീഡിയ രംഗത്തേക്ക് ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വന്നതുണ്ട്. കാരണം എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും ഞങ്ങൾ അതാത് സമയത്ത് ഞങ്ങൾ ഓൺലൈൻ മീഡിയയിൽ കൂടെ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മളെ പത്രമാധ്യമങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല. പത്രമാധ്യമങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ ഒരു സ്ട്രൈക്കോ നടക്കുകയാണെങ്കിൽ അത് നാളത്തെ പത്രത്തിൽ മാത്രമേ ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഞങ്ങൾ നേരത്തെ തന്നെ ഔട്ട് ചെയ്ത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. ഏതായാലും ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും സഹകരണം ഞങ്ങളെ ഈ ഓൺലൈൻ മീഡിയയ്ക്ക് അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനായ കൊടുവള്ളി നിയോജക മണ്ഡലം എം.എൽ.എ ശ്രീ കാരാട്ട് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയിക്കും. ബഹുമാനിയായ താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെ.ടി. അബ്ദുൽ മാസ്റ്റർ, ശ്രീ രാജേഷ് ജി.ടി. ശ്രീ താമരശ്ശേരി, വ്യാപാരി വ്യവസായി
Pharmacy Secretary Pratik Joseph, Siddiq Bandar, Chief Executive, Amish Basit Johnson, Majid Sarvati Sarvati വർത്തമാന കാലഘട്ടത്തിൽ ഓൺലൈൻ മീഡിയ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ കാലത്തെ പോലെ ഒരു ദിവസത്തിൽ ഒരു നേരം അതും പത്രം വായിച്ച് വാർത്ത അറിയുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി സമൂഹം എപ്പോഴും രാജ്യത്തും ലോകത്തും പ്രാദേശിക കേന്ദ്രങ്ങളൊക്കെ തന്നെ നടക്കുന്ന വാർത്തകൾ അറിയുവാനും മനസ്സിലാക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. അത്തരമൊരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് പത്രങ്ങളുടെ വർധനമുണ്ടായിട്ടുണ്ട്, മീഡിയയുടെ വർധനമുണ്ടായിട്ടുണ്ട്. എത്ര പത്രങ്ങളുണ്ടായാലും എത്ര മീഡിയകളുണ്ടായാലും അതൊന്നും മതിയാവാത്ത ഒരവസ്ഥയിൽ വീണ്ടും വീണ്ടും ജനങ്ങൾ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി ഓൺലൈൻ മീഡിയകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യം വാർത്തകൾ അറിയുക, അത് നല്ല വാർത്തകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ നല്ല വാർത്തകൾക്ക് അവസരം കൊടുക്കുവാൻ ഈ ഓൺലൈൻ മീഡിയകൾക്ക് സാധിക്കേണ്ടത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ജാതിയും മതവും രാഷ്ട്രീയവും പക്ഷം പിടിച്ചുകൊണ്ടായ ആഗ്രഹത്തിൽ നമ്മുടെ വാർത്തകൾ സത്യവും ധർമ്മവും നീതിയും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഓൺലൈൻ മീഡിയകളെ ഉപയോഗപ്പെടുത്തുവാനും സമൂഹത്തിൽ ഈ വാർത്തകൾ നല്ല ഫലമുണ്ടാക്കുവാനും സാധിക്കുന്ന ഒരവസരം സൃഷ്ടിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ഇത് മുമ്പോട്ട് പോകാൻ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഓൺലൈൻ മീഡിയകളുടെ വാർത്തകൾ പലപ്പോഴായി പ്രാദേശികമായി മാത്രമേ അത് ഉൾപ്പെടുത്തുള്ളൂ. പ്രാദേശിക വാർത്തകൾ മാത്രമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചാനലുകൾ, മീഡിയകൾ എല്ലാ വാർത്തകളും കണ്ടെത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ നാട്ടിലെ പത്രങ്ങളും അതേ രൂപത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പത്രങ്ങളും ചാനലുകളും വ്യാപകമായ വാർത്തകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെയും രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും പ്രാദേശികത്തിന്റെയും വാർത്തകളിലേക്ക് പോകുന്നു. ഓരോ വാർത്തകൾ കണ്ടെത്തി സമൂഹത്തിലേക്ക് അത് പകർന്നു കൊടുക്കുന്നു. ഓൺലൈൻ മീഡിയകളിൽ ഒരു കാരണവശാലും റിപ്പോർട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കും അത്തരം സംവിധാനങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കും. എല്ലാ വാർത്തകളും ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ വാർത്തകളും കണ്ടെത്തുവാനും അത് ജനങ്ങൾക്ക് എത്തിക്കുവാനും ജനങ്ങൾ ഭാവിയിൽ ഓൺലൈൻ മീഡിയകളെ ആശ്രയിച്ച് വാർത്തകൾ അറിയുന്ന ഒരു സാഹചര്യത്തിൽ കൂടി മുമ്പോട്ട് പോകുന്നതിനും അവസരമുണ്ടാകണം. അതിനാവട്ടെ
ഓൺലൈൻ മീഡിയയുടെ പ്രവർത്തനം അതിന് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടുകൂടാൻ ഓണയ്ക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സാധിച്ചുകൊണ്ട് ഈ ചടങ്ങ് നാടിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തത് ID കാർഡ് വിതരണോദ്ഘാടനമാണ്. അതിനുവേണ്ടി താമരശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആദരണീയനായ രാജേഷ് MP സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിനായി ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ മുതിർന്ന അംഗം സിബത്തുള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷകരമായ നിമിഷമാണ്. കാരണം നമുക്കറിയാം ഈ ഓൺലൈൻ മീഡിയാസ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് ഓൺലൈൻ മീഡിയാസ്. അതേപോലെ തന്നെ മീഡിയ പ്രവർത്തകർ. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ഇഷ്ടംപോലെ കഴിവുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മീഡിയാസിനെയാണ്. നമുക്കറിയാം ഏത് കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊക്കെ രണ്ട് പക്ഷങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ശരിയുടെ പക്ഷം കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു പക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീഡിയാസാണ്. അതിലൊക്കെ തന്നെ പറയേണ്ടതുള്ള മാധ്യമപ്രവർത്തകർ താമരശ്ശേരി ഉദ്ദേശിക്കുന്നത് ഒരു സെഷൻ പരിധി നമ്മൾ എവിടെ എത്തിച്ചാലും ആദ്യമായിട്ട് അവരുടെ മീഡിയാസിൽ നമ്മൾ വളരെ ലേസിനായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വെച്ചാണ് നമുക്ക് എന്തെങ്കിലും ഇതിലൊരു കാര്യമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ജാതി മത സംഘടനകളോ അല്ലെങ്കിൽ യുവജന സംഘടനകളോ ആശ്രയിച്ചാൽ നമുക്ക് അവരുടെ പക്ഷത്തിന് മാത്രമേ ഉള്ള വാർത്തകളെ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു കഴിവ് പ്രിവെന്റ് ചെയ്യാനും ഒരു കഴിവ് ഡിറ്റക്ട് ചെയ്യാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് മീഡിയാസ്. അതുകൊണ്ട് തന്നെ വളരെ സൗഹാർദ്ദത്തോടെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ദൂഷിക്കപ്പെടുന്ന ഒരു വിഭാഗവും ഞങ്ങൾ തന്നെയാണ്. ഈ മീഡിയാസിനെ പോലെ ഏറ്റവും അധികം ദൂഷിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു ഭരിക്കുന്ന ഗവൺമെന്റിനെ നേരിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം എന്നാണ് ഞങ്ങളാണ്. ഞങ്ങളുടെ അടിച്ചാൽ അത് ശരിക്കും മേലേക്ക് കൊള്ളുന്നുള്ളത് പോലെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ ലാസ്റ്റ് വിദ്യാർത്ഥികളുടെ സംഭവം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ക്ലാസ്സുകാരുണ്ട് എന്താണ് നിയമം എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും നിയമം മനസ്സിലാക്കാൻ മനസ്സിലായ ആൾക്കാരാണ്. ആ അമീന്റെ കൂടെ അഡ്വക്കേറ്റ് കമ്മീഷന്റെ കൂടെ സഹായിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് ഏറ്റവും വലിയ പ്രതിയാക്കി മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസം എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അതായത് കണ്ടന്റ് ഓഫ് ടോപ്പ് ബാധകമാകാതിരിക്കാൻ വേണ്ടി ആളെ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് നടന്ന സംഭവത്തിൽ ഏറ്റവും കൂടുതൽ മറ്റാരെയും വിമർശിക്കുന്നില്ല. അഡ്വക്കേറ്റ് കമ്മീഷനെയോ അല്ലെങ്കിൽ കോടതിയെയോ ആരും വിമർശിക്കാതെ പോലീസിനെ നേരിട്ട് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ വാർത്തകളൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കറിയാം ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ മീഡിയാസാണ് ഈ ഓൺലൈൻ മീഡിയാസും അതേപോലെ മാധ്യമപ്രവർത്തകർ. അതൊക്കെ കൂടുതൽ പറഞ്ഞില്ല. എന്തായാലും നേരെ അറിയാനും നേരത്തെ അറിയാനും നിങ്ങളുടെ കഴിയുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം 24/7 ആണ് ഈ എല്ലാ മീഡിയാസും എല്ലാം 24/7. എന്നാലും ഒരു വാർത്ത കഴിഞ്ഞില്ലെങ്കിൽ ആദ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാർത്തകളൊക്കെ തലേ ദിവസത്തെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയെന്നല്ലാതെ ഈ പെട്ടെന്നല്ല നമുക്ക് കിട്ടാവുന്ന ഏറ്റവും അടുത്ത വാർത്തകൾ കിട്ടുന്നത് ഓൺലൈൻ മീഡിയാസ് വഴിയാണ്. MLA പറഞ്ഞതുപോലെ തന്നെ ഇത് പ്രാദേശികമായി മാറാതെ നമ്മുടെ ലോകത്തിന്റെ എല്ലാ കോണുകളിലുള്ള വാർത്തകളും ഈ വാട്സാപ്പ് ടൈമിലൂടെ ഉണ്ടാകാൻ നിങ്ങളുടെ ഈ സമ്മാനത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നല്ല രൂപത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടി ആദ്യമായി താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതുവത്സരാശംസകൾ സമൂഹത്തിൽ നന്മകൾ അതിൻ്റെ തുടക്കവും ഇതിൻ്റെ വികാസം സൃഷ്ടിക്കേണ്ടത് സത്യത്തിൽ മാധ്യമ പ്രവർത്തകർ വിദ്യാർത്ഥികളെ പോലെ തന്നെ അല്ലെങ്കിൽ സാധാരണക്കാരെ പോലെ തന്നെ വളരെ സെൻസിറ്റീവായ
നോക്കിക്കാണുന്ന വിഭാഗമാണ് പത്രം. അവരുടെ നേരായ ദിശ എപ്പോഴും സമൂഹത്തിന് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ച് ഈ നവ മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടുകൂടി ഓൺലൈൻ സംവിധാനമാണ് കൂടുതലും അതിന് ഉപയോഗം. നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ നന്മയെ പുഷ്ടിപ്പെടുത്താൻ, സമൂഹത്തിൻ്റെ നന്മയെ പച്ചയായി കാണാൻ ആളുകൾക്ക് അവസരം കൊടുക്കണം. അതിന് വാർത്തകൾ, പ്രാദേശിക വാർത്തകളായാലും വിദേശ വാർത്തകളായാലും അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നവമാധ്യമങ്ങളിൽ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സ്വയം സൃഷ്ടി. അത് സത്യത്തിൽ പത്രമാധ്യമങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ജനങ്ങളുടെ അവബോധം, ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ, അതൊക്കെ നമ്മുടെ സൃഷ്ടികളിൽ നിന്ന് വരണം, ലേഖനങ്ങളിൽ നിന്ന്. അത് ഇപ്പോഴുള്ള നവമാധ്യമങ്ങൾ കുറഞ്ഞ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം സംസ്കൃതിയിലേക്ക് വീണ്ടും വീണ്ടും ഉയരണമെങ്കിൽ തീർച്ചയായും പത്രപ്രവർത്തകർ അവരുടെ സ്വയം സൃഷ്ടികൾ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എങ്കിൽ പോലും ഇപ്പൊ മാലിന്യ പ്രശ്നം ഇവിടെ വന്ന ഉടനെ തന്നെ ഒന്ന് രണ്ട് പേര് എന്നോട് സംസാരിക്കും. ഈ മാലിന്യ പ്രശ്നത്തിൽ അധികാരികൾ ചെയ്യേണ്ടത് ചെയ്യണം, പക്ഷേ സമൂഹത്തിൽ ചെയ്യേണ്ടത് ചെയ്യപ്പെടുകയും വേണം. അത് രണ്ടും കൂടി നടക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുക. അതായത് പറഞ്ഞു വരുന്നത്, ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു ബോധ്യം ആളുകൾക്ക് ഉണ്ടാവേണ്ടത് നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടിക്കാൻ കഴിയുന്ന വാർത്തകളും ലേഖനങ്ങളും സൃഷ്ടിക്കാൻ കഴിയുന്ന ആളുകൾ അത് അറിയിക്കുന്നതോടുകൂടിയാണ്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ സമൂഹത്തെ നന്മയിലേക്ക് കുതിക്കുവാൻ വേണ്ടി നിങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് ഈ നല്ല ചിട്ടയായ പ്രവർത്തനങ്ങളിൽ, കൊമേറ്റിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. ജയ് ദീപാൽ. താങ്ക് യു സർ. വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ വാക്ക് തന്നെയാണ് എനിക്ക് ആ സന്തോഷത്തിന് നൽകാനുണ്ടായത്. സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മാത്രമേ ഈ സംഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. ആ ഒരു ആർജവം ഒരു സംഘടനയും കാണിക്കാത്ത ആ ഒരു ആർജവം നിങ്ങൾ കാണിച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഏത് സംഘടനയും അതിലേക്ക് ആളുകളുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തനം യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് ഗുണകരമായി മാറുന്നത്. നമുക്കൊക്കെ ഓരോരോ രാഷ്ട്രീയമുണ്ടാവും, മതമുണ്ടാവും. അതൊക്കെ നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിലേക്ക് വരുമ്പോൾ മാറ്റി നിർത്തിയില്ല എങ്കിൽ നമുക്കൊരിക്കലും സത്യസന്ധമായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഞാനൊരു സംഘടനയുടെ പ്രതിനിധിയാണ്. എൻ്റെ മതമോ രാഷ്ട്രീയമോ ആ സംഘടനയുടെ പ്രവർത്തനത്തിൽ കൂട്ടിക്കലർത്തിയാൽ എനിക്ക് ആ സംഘടനയുടെ നീതി പുലർത്താൻ സാധിക്കുകയില്ല. സത്യസന്ധമായി ന്യൂസുകൾ കൊടുക്കുമ്പോൾ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സംഘടനയെക്കുറിച്ചോ ഒരു സ്ഥാപനത്തെക്കുറിച്ചോ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ അതിൻ്റെ സത്യസന്ധത വിലയിരുത്തി നിങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമാണ് അത് അർത്ഥവത്താകുന്നത്. നമുക്കറിയാം, ഇന്ന് ആദ്യകാലത്തൊക്കെ നിങ്ങൾ ഓൺലൈൻ മീഡിയകളിൽ ഇവിടെയുള്ള പ്രാദേശിക ന്യൂസുകൾ മാത്രം, അതുപോലെ അത് പ്രാദേശിക തലത്തിൽ മാത്രമായിരുന്നു ന്യൂസുകൾ പ്രചരിക്കുക. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന പല മീഡിയകളും, വലിയ വലിയ ചാനലുകൾ ഒരു പരിധിവരെ നിങ്ങളിൽ പലരെയുമാണ് അവരുടെ ന്യൂസിന് വേണ്ടി സമീപിക്കുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വാർത്തകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ വികസന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യുവാനുണ്ട്. നമ്മുടെ റോഡിലെ അവസ്ഥ ഇന്ന് താമരശ്ശേരിയിലെ ഞാൻ രാവിലെ ഓൺലൈൻ മീഡിയയിലൂടെയാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളെ രാവിലെയാണ് അതുമായിരുന്ന വിഷയങ്ങൾ അറിയാറുണ്ട്. റോഡിൽ വെള്ളം പൊട്ടി പുതിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കോട്ടയിൽ നിൽക്കുന്ന സാഹചര്യം. അതുപോലെ നമുക്കറിയാം, ഇവിടെ
കോഴിക്കോട് ചെന്ന് ചേരുന്ന അവിടെ റോഡിന്റെ ഇരുവശവും സംസ്ഥാന പാതയിൽ 2 സൈഡിൽ ഇടിഞ്ഞിട്ട് താവീത് വെച്ചിരിക്കുകയാണ്. ദിവസവും ഒരു അപകടം വീതം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരുപാട് ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നുണ്ട്, ജനപ്രതിനിധികൾ കടന്നു പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ അവർ കൊണ്ടുവന്നതാണോ അതിലെ കടന്നു പോകുമ്പോൾ ഇതുവരെ അത് മാറ്റാൻ മാസങ്ങളായിരിക്കും. ഇന്ന് ആ വഴിവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പരിഹാരം കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷവും ആ സംഭവം അതേപടി ഉണ്ടാവുകയും അന്നിവിടുത്തെ മനോന്മാർ ഞാനടക്കം പോയി ഒന്നിച്ചു നിന്ന് ആ ഫോട്ടോ എടുത്ത് കൊടുക്കുകയും അന്ന് അവർ തൽക്കാലത്തേക്ക് അവിടെ കുറച്ച് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ നമുക്കറിയാം ഈ റോഡുകളിലെ കരിങ്കൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് എത്ര മാസമാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഞാനിത് പറയാൻ കാരണം നിങ്ങൾ താല്പര്യം ഒന്ന് നോക്കുക. ലൈക്ക കോളേജിന്റെ മുമ്പിൽ ഒരു കരിങ്കൽ നിർമ്മിച്ചു ഒരാൾക്ക് ഈസി ആയിട്ട് നടന്നു പോകാവുന്ന വലുപ്പത്തിൽ നമ്മൾ ഈ ഇറങ്ങുന്ന ബിൽഡിങ്ങിന്റെ നേരെ മുമ്പിൽ 24 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയ കരിങ്കൽ നിർമ്മാണമാണ്. ഒരു സാധാരണക്കാരന്റെ ഉള്ളിൽ തോന്നിയ ഒരു ആശയം അന്നത്തെ കോൺട്രാക്ടറുമായിട്ട് പങ്കുവെച്ചിട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ച് 24 ഒരു സൺഡേ കൊണ്ട് ആ കരിങ്കൽ നിർമ്മാണം പൂർത്തിയാക്കി. അല്ലെങ്കിൽ മാസങ്ങൾ നമ്മൾ വീങ്ങാപ്പുഴ കണ്ടു, NH-ലേക്ക് പോകുന്നവർക്ക് ചെറുപൂര് കണ്ടു, ചേവായു കണ്ടു. ഒരു മാസങ്ങൾ 5-6 മാസങ്ങൾക്ക് എത്രയോ ജനങ്ങളുടെ എത്ര നേരത്തെ കഷ്ടപ്പാടാണ് നമ്മൾ. ഈ താമരശ്ശേരി ടൗൺ മൊത്തം മാസങ്ങളോളം മലീമസമായിരിക്കേണ്ട ഗതാഗത ബ്ലോക്കിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ആ ഒരു സാധാരണ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയം കൊണ്ട് മാറ്റിയെങ്കിൽ നിങ്ങളെ പോലുള്ളവർക്ക് ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതിനാകട്ടെ നിങ്ങളുടെ പ്രയത്നം ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സംഘടനയുടെ മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ ഫത്താഹ് റായലാണ് നിങ്ങളുടെയും ഇവിടുത്തെ അതിൻ്റെ പ്രസിഡന്റ് എന്നതിൽ തീർച്ചയായിട്ടും അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പാഠവും നിങ്ങളുടെ സംഘടനയുടെ ഉയർച്ചയ്ക്ക് കൂടുതൽ ഗുണകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നന്മയോടെ മുന്നോട്ട് പോകട്ടെ. അതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനായി ദിവസങ്ങളായി സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികൾക്കും വളരെ കഠിനാധ്വാനം എന്ന് തന്നെ പറയാം. അത്തരമൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായിട്ടുള്ള ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പഠനാത്മകമായ ഒരു ക്ലാസും ഇവിടെ നടക്കാനുണ്ട്. മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു വാർത്ത നമ്മൾ കേട്ടാൽ അത് ഏത് രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ ഏതൊക്കെ വശങ്ങൾ നമ്മൾ പരിശോധിക്കണം, അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള വാർത്തകൾ നമുക്ക് കൊടുക്കാം, എന്തൊക്കെ ഐഡന്റിറ്റി നമുക്ക് വെളിപ്പെടുത്താൻ പാടില്ല, എന്തൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും, അതിൻ്റെ മറ്റു നിയമവശങ്ങൾ, നമ്മൾ എന്തൊക്കെ നിയമ നടപടികൾ നേരിടേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സവിസ്തരം ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുമിച്ച് കൂട്ടൽ. കാരണം ഇത് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒറ്റ വാക്കിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത സെഷനിലേക്ക് നീങ്ങേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. വളരെ കാലത്തെ ഒരു ആഗ്രഹം കൂടായിരുന്നു ഇതേപോലത്തെ ഒത്തുചേരൽ, ജനറൽ ബോഡി മീറ്റിംഗ്, നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കൽ, പിന്നെ എല്ലാവരും നേരിട്ട് കാണുക എന്നുള്ളതല്ല. ചെറിയ ചെറിയ മീറ്റിങ്ങുകളെല്ലാം അടുത്ത് നടന്നിരുന്നെങ്കിലും ഇത്രയും വിപുലമായ രൂപത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിപാടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി പറയുക. എല്ലാവർക്കും നന്ദി പറയുക. ഉദ്ഘാടനം ചെയ്തവർക്കും ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചത്. അതിന് പറയാനുള്ളത്, നമ്മുടെ ഈ അസോസിയേഷൻ ഫസ്റ്റ് മീറ്റിംഗിൽ ഈ ജനറൽ ഉദ്ഘാടനം ചെയ്ത കാരക്കാട് സഭയിലേക്കും നമ്മുടെ താമരശ്ശേരി CI രാജേഷ് സാറിനും